ഉന്നത പഠനത്തിനായി പോകാൻ തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥിയാണോ നിങ്ങൾ? അല്ലെങ്കിൽ അമേരിക്കയിൽ ജോലിക്കായി വിസ ഇന്റർവ്യൂ തീയതി കാത്തിരിക്കുന്ന IT പ്രൊഫഷണലുകളാണോ? എങ്കിൽ ഇപ്പോൾ പുറത്തുവരുന്ന ഈ വാർത്ത നിങ്ങൾ തീർച്ചയായും അറിഞ്ഞിരിക്കണം. ലോകമെമ്പാടുമുള്ള US എംബസികളിലും കോൺസുലേറ്റുകളിലും വിസ അപ്പോയിന്റ്മെന്റുകൾ താൽക്കാലികമായി മരവിപ്പിച്ചിരിക്കുകയാണ്. ഇന്ത്യ ഉൾപ്പെടെയുള്ള 100-ലധികം രാജ്യങ്ങളിലെ നിരവധി വിസ അപേക്ഷകരെയാണ് ഈ തീരുമാനം ബാധിക്കുന്നത്. ഇതിനകം വിസ ഇന്റർവ്യൂ തീയതി ലഭിച്ചിരുന്ന പലർക്കും ഇപ്പോൾ അപ്പോയിന്റ്മെന്റ് റദ്ദാക്കിയതായി അറിയിച്ചുകൊണ്ടുള്ള ഇമെയിലുകൾ ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇന്റർവ്യൂവിന് ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കിയുണ്ടായിരുന്നവർക്ക് പോലും തീയതി മാറ്റിയതായി അറിയിപ്പ് ലഭിച്ചിട്ടുണ്ട്. പുതിയ തീയതി പിന്നീട് അറിയിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ പെട്ടെന്ന് വിസ അപ്പോയിന്റ്മെന്റുകൾ മാറ്റുന്നത് എന്നതാണ് ഇപ്പോഴത്തെ പ്രധാന ചോദ്യം. US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഔദ്യോഗിക വിശദീകരണം അനുസരിച്ച് ലോകമെമ്പാടുമുള്ള കോൺസുലാർ ഉദ്യോഗസ്ഥർക്കായി പുതിയൊരു ഗ്ലോബൽ ട്രെയിനിങ് ഇനിഷ്യേറ്റീവ് ആരംഭിച്ചിരിക്കുകയാണ്. അതായത് വിസ അപേക്ഷകൾ പരിശോധിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് പുതിയ രീതിയിലുള്ള സമഗ്രമായ പരിശീലനം നൽകുകയാണ്. ഈ പരിശീലനത്തിന്റെ ഭാഗമായി ചില വിസ ഇന്റർവ്യൂ അപ്പോയിന്റ്മെന്റുകൾ പുനഃക്രമീകരിക്കുകയാണ് എന്നാണ് ഉദ്യോഗസ്ഥർ അറിയിച്ചിരിക്കുന്നത്. എന്നാൽ ഇതിന് പിന്നിൽ ട്രംപ് ഭരണകൂടത്തിന്റെ കടുത്ത കുടിയേറ്റ നിയന്ത്രണ നയങ്ങളുണ്ടെന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. അമേരിക്കൻ പൗരന്മാരുടെ നികുതി പണവും സാമ്പത്തിക ആനുകൂല്യങ്ങളും ഭാവിയിൽ കൈപ്പറ്റാൻ സാധ്യതയുള്ള അപേക്ഷകരെ മുൻകൂട്ടി തിരിച്ചറിയുക, വിസ അപേക്ഷകൾ കൂടുതൽ കർശനമായും ഒരേ രീതിയിലും പരിശോധിക്കുക എന്നിവയാണ് ഇതിലെ പരിശീലനത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങളെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അതായത് വിസ അനുവദിക്കുന്ന കാര്യത്തിൽ അമേരിക്ക കൂടുതൽ കർശനമായ സമീപനത്തിലേക്ക് പോകുകയാണ് എന്നാണ് ഇതിൽ നിന്നും വ്യക്തമാക്കുന്നത്. ഈ തീരുമാനത്തിന്റെ ഭാഗമായി അടുത്ത ദിവസങ്ങളിലും ആഴ്ചകളിലും ഇന്റർവ്യൂ നിശ്ചയിച്ചിരിക്കുന്ന നിരവധി അപേക്ഷകരുടെ തീയതികൾ അപ്രതീക്ഷിതമായി റദ്ദാക്കപ്പെട്ടിട്ടുണ്ട്. പുതിയ തീയതി എപ്പോൾ ലഭിക്കുമെന്ന കാര്യത്തിൽ പലർക്കും ഇപ്പോൾ വ്യക്തതയില്ല. രണ്ടാം തവണയും വൈറ്റ് ഹൌസിൽ അധികാരത്തിലെത്തിയ ഡൊണാൾഡ് ട്രംപ് തന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ പ്രധാനമായി പറഞ്ഞിരുന്ന കടുത്ത കുടിയേറ്റ നിയന്ത്രണ നയങ്ങൾ വേഗത്തിൽ നടപ്പിലാക്കുകയാണ് ഇപ്പോൾ. അനധികൃത കുടിയേറ്റക്കാരെ നാടുകടത്തുന്നത് മാത്രമല്ല, നിയമപരമായ കുടിയേറ്റ നടപടികളും കൂടുതൽ സങ്കീർണമാക്കുന്ന നിരവധി നയങ്ങളാണ് ഭരണകൂടം കൊണ്ടുവരുന്നത്. ഇതിനു മുൻപും ട്രംപ് ഭരണകൂടത്തിൽ നിന്ന് നിരവധി കടുത്ത നടപടികൾ ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്നുള്ള IT ജീവനക്കാർ കൂടുതലായി ആശ്രയിക്കുന്ന H-1B വിസയുടെ അപേക്ഷാ ഫീസ് $1,00,000-ലധികമായി ഉയർത്താനുള്ള നീക്കങ്ങളെ കുറിച്ചുള്ള വാർത്തകളും അടുത്തിടെ പുറത്തു വന്നിരുന്നു. അതുപോലെ തന്നെ ചില പ്രൊഫഷണലുകളുടെയും വിദ്യാർത്ഥികളുടെയും വിസകളും ഗ്രീൻ കാർഡുകളും അവരുടെ രാഷ്ട്രീയ നിലപാടുകളുടെയോ പ്രതിഷേധങ്ങളിൽ പങ്കെടുത്തതിന്റെയോ പേരിൽ റദ്ദാക്കപ്പെട്ടിരുന്നു. കൂടാതെ ഏകദേശം 75 രാജ്യങ്ങളിൽ നിന്നുള്ള കുടിയേറ്റ വിസകൾ നിർത്തിവെക്കാനുള്ള ട്രംപ് ഭരണകൂടത്തിന്റെ നീക്കവും അടുത്തിടെ ഒരു അമേരിക്കൻ ഫെഡറൽ കോടതി തടഞ്ഞിരുന്നു. സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുടെ അധികാര പരിധിക്ക് പുറത്തുള്ള നടപടിയാണിതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോടതി അത് റദ്ദാക്കിയത്. എന്നാൽ ഇത്തരം നിയമപരമായ തടസ്സങ്ങളെ മറികടക്കാനും വിസ അപേക്ഷകൾ കൂടുതൽ കർശനമായി പരിശോധിക്കാനും ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകുന്നതിന്റെ ഭാഗമായാണ് ഇപ്പോഴത്തെ ആഗോള വിസ അപ്പോയിന്റ്മെന്റ് പുനഃക്രമീകരണം നടക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇതിന്റെ ഏറ്റവും വലിയ തിരിച്ചടി ഇന്ത്യക്കാർക്കായിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. അമേരിക്കയിൽ ഉന്നത പഠനത്തിനായി പോകുന്ന നിരവധി വിദ്യാർത്ഥികൾ ഇന്ത്യയിൽ നിന്നുള്ളവരാണ്. വിസ ഇന്റർവ്യൂ വൈകിയാൽ സർവകലാശാലയിൽ കൃത്യസമയത്ത് പ്രവേശനം നേടാൻ കഴിയാതെ വരാം. ഇതുമൂലം ചില വിദ്യാർത്ഥികൾക്ക് അക്കാദമിക് വർഷം പോലും നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾ മാത്രമല്ല, ബിസിനസ് വിസയ്ക്കും തൊഴിൽ വിസയ്ക്കുമായി കാത്തിരിക്കുന്നവർക്കും ഈ തീരുമാനം വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കും. അതേസമയം ട്രംപ് ഭരണകൂടത്തിന്റെ കടുത്ത കുടിയേറ്റ നയങ്ങൾക്കെതിരെ അന്താരാഷ്ട്ര തലത്തിൽ പ്രതിഷേധവും ഉയരുന്നുണ്ട്. വിവിധ മനുഷ്യാവകാശ സംഘടനകൾ ഇത്തരം നടപടികളെ ശക്തമായി അപലപിച്ചിട്ടുണ്ട്. ഈ നയങ്ങൾ പക്ഷപാതരഹിതമാണെന്നും അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെയും അടിസ്ഥാന മനുഷ്യാവകാശങ്ങളുടെയും ലംഘനമാണെന്നും അവർ ആരോപിക്കുന്നു. വംശീയമായ വേർതിരിവുകൾക്കും ന്യൂനപക്ഷങ്ങൾക്കെതിരായ അതിക്രമങ്ങൾക്കും ഇത്തരം നയങ്ങൾ വഴിയൊരുക്കുമെന്ന മുന്നറിയിപ്പും മനുഷ്യാവകാശ പ്രവർത്തകർ നൽകുന്നുണ്ട്. നിയമപരമായ കുടിയേറ്റം പോലും കൂടുതൽ ബുദ്ധിമുട്ടാകുന്ന ഇത്തരം സമീപനം അമേരിക്കയുടെ സാമ്പത്തിക മേഖലയെയും വിദേശ തൊഴിലാളികളെ ആശ്രയിക്കുന്ന കമ്പനികളെയും ബാധിക്കുമെന്നും അവർ ചൂണ്ടിക്കാണിക്കുന്നു. ട്രംപിന്റെ രണ്ടാം ഭരണകാലത്ത് അമേരിക്കൻ കുടിയേറ്റ നയങ്ങൾ കൂടുതൽ കടുപ്പമേറിയതും പ്രവചനാതീതവുമാകുകയാണ്. എന്നാൽ വിസ അപ്പോയിന്റ്മെന്റുകൾ കൃത്യമായി എപ്പോൾ പുനരാരംഭിക്കും എന്ന കാര്യത്തിൽ US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഇതുവരെ വ്യക്തമായ സമയപരിധി പ്രഖ്യാപിച്ചിട്ടില്ല. ഉദ്യോഗസ്ഥരുടെ പരിശീലനം പൂർത്തിയാക്കുന്ന മുറയ്ക്ക് പുതിയ തീയതികൾ നൽകുമെന്നതാണ് നിലവിലെ പ്രതീക്ഷ. അതിനാൽ നിലവിൽ US വിസയ്ക്ക് അപേക്ഷിച്ചിട്ടുള്ളവരും ഇന്റർവ്യൂ തീയതിക്കായി കാത്തിരിക്കുന്നവരും തങ്ങളുടെ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ അക്കൗണ്ടുകൾ കൃത്യമായി പരിശോധിക്കണം. എംബസിയിൽ നിന്നോ കോൺസുലേറ്റിൽ നിന്നോ ലഭിക്കുന്ന ഔദ്യോഗിക അറിയിപ്പുകൾ മാത്രം വിശ്വസിക്കുക. അമേരിക്കയിലേക്ക് പഠനത്തിനോ ജോലിക്കോ പോകാൻ തയ്യാറെടുക്കുന്നവർ ഈ മാറ്റം വളരെ ഗൗരവത്തോടെ കാണണം. കൂടുതൽ ഇമിഗ്രേഷൻ വാർത്തകൾക്കായി ഗ്ലോബൽ സമയം സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമന്റ് ചെയ്യുക.